ലക്ഷ്യത്തെ ഒരുപാട് പ്രണയിക്കുന്ന പ്രതിഭകളുടെ സംഗമവേദി ഇത് റെഡ് കാർപ്പറ്റ്. So let's begin the show. This is Red Carpet. Red Carpetലേക്ക് ഇന്ന് നമ്മൾ സ്വാഗതം ചെയ്യാൻ പോകുന്ന നമ്മുടെ അതിഥി ഒരുപാട് ബോൾഡ് ക്യാരക്ടേഴ്സ് മലയാളികൾക്ക് സമ്മാനിച്ച ഒരു അഭിനേത്രിയാണ്, ഗായികയാണ്, ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ എല്ലാമാണ് ഈ അതുല്യ പ്രതിഭ. നമുക്ക് സ്വാഗതം ചെയ്യാം അല്ലേ, മലയാളത്തിന്റെ സ്വന്തം ഭാഗ്യദേവത കനിഹ. താങ്ക് യു സോ മച്ച്. പക്ഷെ ഞാനിവിടെ ഭയങ്കര ഒരു പ്രതീക്ഷ പ്രേക്ഷകർക്ക് കൊടുത്തുപോയി. ഭയങ്കര ബോൾഡ് ക്യാരക്ടേഴ്സ് ചെയ്തു, പാട്ടുകാരിയാണ്, അഭിനേത്രിയാണ്, ഡബിങ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പാവമായിട്ട് വരുന്നത് നമുക്ക് പറ്റില്ല. ഒരു മിസ് ചെന്നൈ ആയിരുന്നു താങ്കൾ അല്ലേ? അടിപൊളി റാം ഫോക്കാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഒന്നുകൂടെ ഒന്ന് റീവൈൻഡ് അടിച്ചാലോ? ടേക്ക് 2 ആണോ? ടേക്ക് 2. ഓക്കെ. റാമ്പ് വാക്ക് ചെയ്യാൻ അങ്ങനെയൊക്കെ പറഞ്ഞു വന്നപ്പോ പെട്ടെന്ന് പഴയ ഓർമ്മയിലേക്കൊക്കെ പോയോ? ഈ റാമ്പ് വാക്ക് കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മകൾ വരാൻ തുടങ്ങി. ബിക്കോസ് ആ ഷോ മിസ് ചെന്നൈ കയറിയപ്പോൾ ഞാൻ മാത്രം ഒരു ഗ്രൂമിങ് ഇല്ലാതെ ഒരു കുട്ടിയായിരുന്നു. അവിടെ ഉള്ള ബാക്കി 11 കണ്ടസ്റ്റൻസ് ഒരു 3 months ഫുൾ ട്രെയിനിങ് ആയിരുന്നു. ഞാൻ പെട്ടെന്ന് അവിടെ പാടാൻ പോയി, അങ്ങനെ ഒരു റീപ്ലേസ്മെന്റ് ആയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് അവിചാരിതമായി ഒരു റാമ്പ് വാക്ക് ചെയ്യേണ്ടി വന്ന ഒരാളായി പോയി അല്ലേ? സോ അങ്ങനെ പഠിച്ചു. പക്ഷെ മിസ് ചെന്നൈ ആയി, അതാണ് ഭാഗ്യം. ഭാഗ്യദേവത ദിവ്യ വെങ്കിട്ട സുബ്രഹ്മണ്യം എങ്ങനെയാണ് കനിഹയായത്? ഞാൻ മാറ്റിയിട്ടില്ല, എനിക്ക് ദിവ്യാണ് ഇഷ്ടം. ഇങ്ങനെ മിസ് ചെന്നൈ വിൻ ചെയ്തിട്ട് ഞാൻ വീണ്ടും കോളേജിലേക്ക് പോയി. പിന്നെ ആ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് മണിരത്നം സാർ ആണ് വിളിച്ചത്. സോ അങ്ങനെ ഹോളിഡേസിൽ വന്ന് ഒരു മൂവി ചെയ്തു, 5 സ്റ്റാറിന് എന്റെ ഫസ്റ്റ് മൂവി. സോ അതും വീണ്ടും ചെയ്തിട്ട് കോളേജിലേക്ക് പോയപ്പോൾ അവര് എന്റെ പേര് മാറ്റി, ഫിലിമിൽ ആൾക്കാർ മാറ്റി. എന്റെ ഡയറക്ടർ ശ്രുതി ഗണേശൻ മാറ്റി. വി ആർ ഇൻട്രൊഡ്യൂസിംഗ് ദിസ് ഹീറോയിൻ കോൾഡ് കനിഹ. എനിക്ക് ഇൻഫർമേഷൻ മാത്രം തന്നു അവർ, നിങ്ങളുടെ പേര് കനിഹ ആണ്. ബഹളം ഉണ്ടാക്കിയില്ലേ? ആരോട് ചോദിച്ചിട്ട് എന്റെ പേര്? എന്റെ കനിഹയുടെ മീനിങ് എന്താണ് കനിഹ? ആക്ച്വലി എനിക്ക് അറിയില്ല. ഇവിടെ മലയാളത്തിൽ എല്ലാവരും എനിക്ക് പറയുന്നത് കനിഹ മീൻസ് കനി. ഐ ഡോണ്ട് നോ, പക്ഷെ എനിക്ക് ഇഷ്ടമായി ആ പേര്. നമ്മുടെ മലയാള സിനിമയിലേക്ക് എങ്ങനെയാണ് മലയാളത്തിലേക്ക് ഒരു എൻട്രി കിട്ടിയത്? ശരിക്കും എൻട്രി എന്ന് പറഞ്ഞാൽ എന്നിട്ടും മൂവിയാണ്. അതൊരു കോളേജ് ക്യാമ്പസ് സോങ് ഉണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര ഒരു ഫ്രഷറാണ് സിനിമയില്. സോ അതാ ചെയ്തത്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് അത് പ്രേക്ഷകർ നോട്ടീസ് ചെയ്തില്ല. പക്ഷെ സോങ് എല്ലാവരും നൈസ് സോങ്സ്. ആൻഡ് ശരിക്കും എൻട്രി എന്ന് പറഞ്ഞ പഴശ്ശിരാജ, ഹരിഹരൻ സർ വാസ് ലുക്കിംഗ് ഫോർ ദ ഹീറോയിൻ കൈതേരി മാക്കത്തിന്റെ റോൾ. അതൊരു വലിയൊരു പ്രോസസ് ആയിരുന്നു. ബിക്കോസ് ആ സമയത്ത് എനിക്ക് ഹരിഹരൻ സർ, MT സർ, അവരുടെ ഗ്രേറ്റ്നെസ് ഒന്നും അറിയാതെ അങ്ങനെ ഇന്നസെന്റ് ആയി പോയി. ഫസ്റ്റ് സർ എന്നെ റിജക്ട് ചെയ്തു. എന്ന് വെച്ചാ ബിക്കോസ് ഐ വെന്റ് വിത്ത് ജീൻസ് ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് എനിക്ക് അറിഞ്ഞില്ല ഇതൊരു ഹിസ്റ്റോറിക്കൽ സബ്ജക്റ്റ് ആണ്. സോ അങ്ങനെ പോയി സാർ നല്ലോണം സംസാരിച്ചു, ഗുഡ് ലക്ക് ഒക്കെ പറഞ്ഞ് വിട്ടു. സോ ആൻഡ് ദെൻ ഞാൻ പോയി ഗൂഗിളിലൊക്കെ കണ്ടപ്പോൾ ഓ മൈ ഗോഡ്, ഇത്രയോ വലിയൊരു ഓഫറാ വന്നത്. പിന്നെ ഞാൻ സാർക്ക് തമിഴിലെ വരലാറിന് ഒരു മൂവി ചെയ്തു അജിത്തോടൊപ്പം. അതിൽ എനിക്കൊരു സോങ് ഉണ്ട്, ഒരു റാണി വേഷം ഇട്ടിട്ട്. സോ സാറിന് അത് അയച്ചു. സാർ അത് കണ്ടിട്ട് ഓക്കെ യു കം അഗൈൻ, ഒരു കോസ്റ്റ്യൂം ട്രയൽ ചെയ്യാം. സോ അങ്ങനെ പോയപ്പോ വീണ്ടും ഒരു കോസ്റ്റ്യൂം ട്രയൽ ചെയ്തു. കൈതേരി മാക്കത്തിന്റെ കോസ്റ്റ്യൂം അറിയാലോ, ഒരു കച്ചം. അത് ഇട്ടപ്പോ സാർ ഇൻ 1 second സൂപ്പർ മൈ മാക്കം അങ്ങനെ പറഞ്ഞു. സോ ഇറ്റ് വാസ് ഗ്രേറ്റ് എക്സ്പീരിയൻസ്. സോ കോസ്റ്റ്യൂം ട്രയൽ ചെയ്ത പിന്നീട് കിട്ടിയ റോളാണ് കൈതേരി മാക്കം. അന്ന് എടുത്ത എഫേർട്ട് അന്നത് ചെയ്തില്ലായിരുന്നെങ്കിലോ ഇത്ര വലിയ മിസ്സായേനെ. ടാലന്റഡ് ആയിട്ടുള്ള ആള് ആരാണെന്നൊന്ന് കാണാലോ? തീർച്ചയായും. ചെറിയൊരു വിഷ്വൽ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്, അതൊന്ന് കാണാം. ഞാറ്റുവേല കിളിയേ നീ പാട്ടുപാടി വരുമോ, കൊന്ന പൂത്ത വഴിയിൽ പോയി. എൻ്റെ പേര് മിഷാൽ, ആറ്റിങ്ങലാണ് സ്ഥലം. എനിക്കൊരു ട്രൂപ്പുണ്ട്, ആറ്റിങ്ങൽ ലിറ്റിൽ വോയ്സ് എന്ന ട്രൂപ്പുണ്ട്. നിൽപ്പു ഞാനീ പുത്തിലഞ്ഞി ചോട്ടിൽ
ഈ പുറകിൽ കാണുന്ന സ്റ്റേജ് അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി ഗ്രൂമിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ചെയ്തു തന്ന സ്റ്റേജാണ്. അനിയന്റെ പേര് മാസ്റ്റർ മിഷേൽ. ഇവരാണ് എൻ്റെ ഗാനമേളയിൽ കൂടുതൽ അട്രാക്ഷൻ. ഇതെന്റെ അച്ഛൻ സോഷ്യൽ വർക്കറാണ്. അമ്മ സന്ധ്യ ആറ്റിങ്ങൽ കോർട്ടിലെ അഡ്വക്കേറ്റ് ആണ്. മോള് കുട്ടിക്കാലം മുതലേ പാട്ടിനോട് വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ ഓർക്കസ്ട്രയിലൊക്കെ ഓരോ പാട്ട് പാടാൻ പോകുമായിരുന്നു. പിന്നീട് മോൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാടാൻ വേണ്ടിയിട്ടാണ് അവൾ സ്വന്തമായിട്ട് ട്രൂപ്പ് തുടങ്ങണം എന്നുള്ള ആഗ്രഹം പറഞ്ഞത്. ഞങ്ങളതിന് ഫുൾ സപ്പോർട്ടാണ്. റെഡ് കാർപ്പറ്റിൽ ഒരു മിടുക്കിയായിട്ടുള്ളൊരു പാട്ടുകാരിയാണല്ലേ. ഈ ഒരു ചെറിയ വിഷ്വൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആളൊരു ജഗജില്ലാടിയാണെന്ന്. നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം മിഷാൽ. ഈ ഒരു പ്രായം കൊണ്ട് തന്നെ ഒരുപാട് ലാംഗ്വേജിൽ പാട്ട് പാടിയിട്ടുണ്ടല്ലേ. ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇത്രയൊരു പാട്ടുകൾ പഠിക്കാനും ലാംഗ്വേജസ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പഠിക്കാനും ഒക്കെ എങ്ങനെയാണ് ആ ഒരു പഠനത്തിന്റെ പ്രോസസ്? അത് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ അവർ ഓരോ സോങ്സ് ഇങ്ങനെ പറയും. ചിലപ്പോൾ വിദേശത്തുള്ളവരാണെങ്കിലും അവരോരോ സോങ്സ് പറയും. അപ്പോൾ അത് അവർ പറയാൻ സമയത്ത് നമുക്ക് പാടാൻ പറ്റിയില്ലെങ്കിൽ അത് നമുക്ക് വീട്ടിൽ ഒന്ന് പഠിച്ചിട്ട് നമ്മൾ പിന്നെ അവരൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് പാടിക്കൊടുക്കും. അതെ. ഫസ്റ്റ് ട്രൈ ചെയ്തത് ഏത് ലാംഗ്വേജാ? മലയാളം തമിഴൊക്കെ വിട്ടിട്ട് വേറെ ഏത് ലാംഗ്വേജാ? അറബി. പിന്നെ ബംഗാളി, അറബ്, പിന്നെ തെലുഗു. എത്ര സ്റ്റേജുകളിൽ മോള് പാടിയിട്ടുണ്ടാവും? 100 കൂടുതൽ പാടിയിട്ടുണ്ട്. 100 കൂടുതൽ. അതൊക്കെ എന്റെ ചെറിയ കാര്യങ്ങൾ അല്ലേ. ആൻഡ് വേറൊരു, അതായത് ആള് ക്യാപ്റ്റൻസി പവർ ഉള്ള ഒരു കുട്ടിയാണ്. കുട്ടികളുടെ ഒരു ഗാനമേള ട്രൂപ്പ് നടത്തുന്ന ഒരു പ്രതിഭയാണത്. എങ്ങനെയാണ് ഈ കുട്ടികളെയൊക്കെ മേയിച്ചുകൊണ്ട് പോകുന്നത്? എനിക്ക് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഫസ്റ്റ് തുടങ്ങിയ ഓർക്കസ്ട്ര ടീമിന്റെ കൂടെയാണ് ആദ്യം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഇത്തിക്കൂടെ നല്ല നല്ല പവറുള്ള സോങ്സ് ഒക്കെ പാടാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവർ ചെറിയ പാട്ടുകൾ പാടിയിട്ട് ആളെ കാണുമ്പോ അങ്ങനെയാണല്ലോ തോന്നുള്ളൂ, കുഞ്ഞാണല്ലോ. അങ്ങനെ ചെറിയൊരു പാട്ട് പാടാൻ വേണ്ടി നമ്മൾ കണ്ണൂർ വരെ, ആറ്റിങ്ങിന്ന് കണ്ണൂർ വരെ പോയിട്ടുണ്ട്. അപ്പൊ തൊട്ട് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, ഇങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാൻ വേണ്ടി ഒരു എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ട് ഞാൻ സ്വന്തമായിട്ട് ഒരു ട്രൂപ്പ് തുടങ്ങി. ആ ട്രൂപ്പില് പവർഫുൾ പാട്ടൊക്കെ പാടും, എല്ലാ പാട്ടും പാടും. അവിടെ കുറെ ആൾക്കാരുണ്ട്, നമുക്ക് അവരൊന്ന് പരിചയപ്പെട്ടാലോ? റെഡി? നമസ്കാരം എല്ലാവർക്കും, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അനിയൻ പെർഫോമർ ആണെന്ന് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആ ഹെയർ സ്റ്റൈലും ഒക്കെ. അനിയൻ കുട്ടന്റെ പേരെന്താ? മിഷേൽ. ഓക്കെ. സോ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്ന മോൻ? 2ാം ക്ലാസ്സിൽ. 2ാം ക്ലാസ്സിൽ. രണ്ടുപേരും പാട്ട് പാടുവന്നാ? മധുര സ്നേഹ തരംഗിണിയായി കാലമമാകാശ ഗോപുര നീഴലിൽ കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി. ഫാമിലി ആയിട്ട് പവർഫുൾ പാട്ടിന്റെ ആൾക്കാരാണ്, മിടുക്കൻ. ഇത് അച്ഛന്റെ പേര് പറയൂ. സുരേഷ് കുമാർ. എന്ത് ചെയ്യുന്നു? സോഷ്യൽ വർക്കറാണ്. ഞാൻ ഈ മക്കളുടെ പാട്ടിന്റെ ഒക്കെ കൂടെ ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്യാറുണ്ടല്ലേ? ഫുൾ ടൈം ഉണ്ട്. അമ്മ സന്ധ്യ ചേച്ചി എങ്ങനെയാ, പാട്ട് പാടുവോ? എല്ലാരും പാട്ട് പാടും. ഓ, നിങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും പാടും? നിങ്ങൾ ഫ്ലോറിലൊന്നും പോയി പാടിയിട്ടില്ല. ഇല്ല, വീട്ടില് അടുക്കളയിൽ ഭക്ഷണം കഴിക്കുമ്പോ അങ്ങനെയൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്വകാര്യ നിമിഷത്തിൽ പാട്ടൊക്കെ പാടും. അടിപൊളി. എന്തെങ്കിലും ഞങ്ങൾക്കത് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പേരെന്താ? എന്റെ പേര് വിഷ്ണുപ്രിയ എന്നാണ്. വിഷ്ണുപ്രിയ ആരാണ്? മിഷാലിന്റെ ചേട്ടന്റെ വൈഫാണ്. ഓക്കെ. ചേച്ചി, എന്താണ് നമ്മുടെ മിഷാൽ കുട്ടിയോട് ചോദിക്കാനുള്ളത്? മിഷാലിനെ കണ്ടാലേ എന്ത് പറയാം, ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്. തീർച്ചയായും എനിക്ക് വെയിറ്റ് ചെയ്യാതെ മിഷാലിന്റെ പാട്ട് കേൾക്കണം. റെഡി? അപ്പൊ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് മോളുടെ പാട്ട് കേൾക്കാൻ. നമുക്ക് തകർക്കാം അല്ലേ? റെഡി? മക്ക മദീനെ की सरसमी को सिरे आफताबे दूर है മക്ക മദീനത്തിൽ എത്തുവാനില്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ പുണ്യമാം ഗേഹം പൂകി ഉത്തമർ നിങ്ങൾ വീണ്ടും
തുച്ഛമാം ജന്മമുന്നിനി നേടി വന്നിടാനാ ഒത്തിടട്ടെ വിധിയായിടട്ടെ ഒത്തിടട്ടെ വിധിയായിടട്ടെ മക്ക മദീനത്തിൽ എത്തുവാനില്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ ലബൈക അല്ലാഹുമ്മ ലബൈക അല്ലാഹുമ്മ കണ്ണിനു കണ്ണായുള്ള റസൂലിൻ പുണ്യപദങ്ങൾ പതിഞ്ഞൊരു മണ്ണിൻ ഓ കണ്ണിനു കണ്ണായുള്ള റസൂലിൻ പുണ്യപദങ്ങൾ പതിഞ്ഞൊരു മണ്ണിൻ ഇബ്രാഹീമിൻ വിരലടയാളം പണ്ടു പതിഞ്ഞൊരു കാബാ ചുമരിൻ ജന്നത്തിനുടയോനരുളിയ ഹജറത്ത് അസ്വദ് മുത്തി വണങ്ങാൻ ഒത്തിടട്ടെ വിധിയായിടട്ടെ ഒത്തിടട്ടെ വിധിയായിടട്ടെ മക്ക കനവിലും ഉണർവിലും തിരയുന്നൊരിടമാണല്ലാഹു മക്ക മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിനർത്ഥമെന്തോ നിത്യവും ഓരോരോ ദുഃഖഭാരങ്ങളാം കാഫു പർവ്വതം തോളിലേറ്റി ആയുഷ്കാലത്തിൻ തീമണൽ കാടുകൾ താണ്ടുകയാണടിയൻ വിന്ദു വരണ്ടൊരു ചുണ്ടിലൊരുത്തിരി സംസം കുളിനീരെനിക്കേകുമോ ഒത്തിടട്ടെ വിധിയായിടട്ടെ ഒത്തിടട്ടെ വിധിയായിടട്ടെ അല്ലാ മോല അല്ലാ മോല അല്ലാ മോല അല്ലാ അന്തമറിഞ്ഞിടാത്ത വിദൂരത കണ്ണിലെറിഞ്ഞ് വളർന്നൊരു പാതയിൽ നൊന്തുമുടന്തി നടന്നെത്തും ഞാൻ കണ്ടുവണങ്ങും വിപിലയമൊരു നാൾ നൊന്തുമുടന്തി നടന്നെത്തും ഞാൻ കണ്ടുവണങ്ങും വിപിലയമൊരു നാൾ ഒത്തിടട്ടെ വിധിയായിടട്ടെ ഒത്തിടട്ടെ വിധിയായിടട്ടെ മക്ക മദീനത്തിൽ എത്തുവാനില്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ പുണ്യമാം ഗേഹം കൂകി ഉത്തമ നിങ്ങൾ വീണ്ടും തുച്ഛമാം ജന്മമുന്നിനെ നേടി വന്നിടാനായി ലബൈക അല്ലാഹുമ്മ ലബൈക അല്ലാഹുമ്മ ലബൈക അല്ലാഹുമ്മ ലബൈക അല്ലാഹുമ്മ ലബൈക അല്ലാഹുമ്മ നിത്യവും ഓരോരോ അടിപൊളിയായിരുന്നു കേട്ടോ, തകർത്തു. ഈ ഒരു സോങ് സെലക്ഷൻ അധികം നമ്മൾ ഇങ്ങനത്തെ ഒരു പാട്ടൊന്നും കേൾക്കാത്തതാണ്. പക്ഷേ മിഷാൽ നല്ല 2 പാട്ടുകളാണ് ഞങ്ങൾക്ക് വേണ്ടി പാടി തന്നത്. വലിയൊരു കയ്യടി നമ്മുടെ മിഷാൽ കുട്ടിക്ക്. ചേച്ചി വരൂ. യാണടിയൻ വിന്ദു വരണ്ടൊരു ചുണ്ടിലൊരുത്തിരി സംസം കുളി Amazing. മോളുടെ വോയിസിന്റെ ത്രോ ആവട്ടെ, പിന്നെ തമിഴ് പാട്ട് പാടിയപ്പോൾ എനിക്ക് തമിഴ് അറിയാലോ, അതെ, അതെ. സോ അവരുടെ പ്രൊനൗൺസിയേഷൻ ആവട്ടെ പെർഫെക്റ്റ് ആയിരുന്നു. അടിപൊളി. എപ്പോ ഈ ചെറിയ പട്ടാസ് കണ്ടാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, നോയ്സ് ഭയങ്കര കൂടുതലായിരുന്നു. സോ ഇന്ന് നമുക്ക് സമ്മാനം മേടിക്കണ്ടേ? ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിന്റെ എല്ലാവരുടെ വക ഒരു സമ്മാനം ദാ അനഹ ചേച്ചി തരാൻ പോവാണ്.
മിടുക്കൻ കുട്ടിയെ കൂടി വിളിച്ചാലോ? കേറി വാ. അടുത്തൊരു എപ്പിസോഡിലും ഇതേപോലുള്ള മിടുക്കിയായിട്ട് കുട്ടികളുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. കനിഹ ചേച്ചിയുടെ കൂടുതൽ വിശേഷങ്ങളും പാട്ടും നമുക്ക് എപ്പിസോഡിൽ ഇനിയും ഒരുപാട് കേൾക്കാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ കാണാം. Till then we are saying bye bye. This is Red Carpet.